യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ. കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് ഇന്ന് നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. സങ്കീർത്തനം 118:24. എല്ലാവരും ആ വചനം ഒന്നിട്ട് പറയാമോ? കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന്. കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് ഇന്ന് നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. ഇന്ന് നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് ശക്തമായിട്ട് പോകണമെങ്കിൽ, ആത്മീയ ജീവിതത്തിൽ ഒരു അഭിഷേകം വേണം, ഒരു വളർച്ച ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആത്മാവിൽ വളരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഏതാനും കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് പറയുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വ്യക്തിപരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിൽ എല്ലാ ദിവസവും വ്യക്തിപരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അത് നമുക്ക് എത്രമാത്രം സമയം കിട്ടുമോ, ഞാൻ അങ്ങനെയാണ് പറയുന്നത്, ഇഷ്ടം പോലെ സമയം കിട്ടുന്നവർ ഇഷ്ടം പോലെ സമയം എടുത്ത് പ്രാർത്ഥിക്കുക. ഒരു ദിവസം 1 മണിക്കൂറോ 1 മണിക്കൂറോ അതിൽ കൂടുതൽ കിട്ടുന്നുണ്ട്, അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൊള്ളുക. അവരെ കൂട്ടായ്മ പ്രാർത്ഥനകളൊക്കെ നമ്മൾ കൂടുതലായിട്ട് പങ്കെടുക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ കുർബാനയിലുള്ള ആഴമായ സ്വീകരണമാണ്. നമ്മെ ആത്മീയ ജീവിതത്തിൽ വളർത്തുന്ന ഏറ്റവും കാതലായ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ദിവ്യകാരുണ്യമാണ്. ആ ദിവ്യകാരുണ്യ ഈശോയിൽ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു ആത്മീയ ജീവിതമാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടത്. ദിവ്യകാരുണ്യ ഈശോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം സ്നേഹം കൊണ്ട് തുടിക്കുന്ന ഒരനുഭവം നമുക്കുണ്ടാവണം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം മുഴുവൻ തന്നെ വിശുദ്ധ കുർബാനയെ കുറിച്ച് യേശു പഠിപ്പിക്കുക. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 53-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കത്തില്ല. നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കണം, അവന്റെ രക്തം പാനം ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കത്തില്ല. ആ ജീവൻ ദൈവത്തിന്റെ ജീവനാണ്. ദൈവിക ജീവൻ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ യേശുവിന്റെ ശരീര രക്തങ്ങള് ഭക്ഷിക്കണം, പാനം ചെയ്യണം. ഹല്ലേലൂയ. യേശുവിന്റെ ശരീര രക്തങ്ങള് എത്രമാത്രം യോഗ്യതയില്, എത്രമാത്രം വിശുദ്ധിയിൽ സ്വീകരിക്കാൻ സാധിക്കുമോ അങ്ങനെ നമ്മൾ സ്വീകരിക്കാനായിട്ട് നമ്മുടെ മനസ്സിനെ ഒരുക്കേണ്ടിയിരിക്കുന്നു. വലിയ നോയമ്പ് സമയത്ത് USA ഒരു ധ്യാനം നടക്കുന്ന അവസരത്തിൽ ഒരു വ്യക്തി, നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്, നല്ല ഫാമിലി, അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു, നല്ല ഒരു വ്യക്തിയാണ് ഒറ്റ നോട്ടത്തിൽ. ആ വ്യക്തി എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നു. അദ്ദേഹത്തിൻ്റെ റൈറ്റ് സൈഡിലെ ഇടുപ്പല്ലുകൾ തേഞ്ഞു പോകുന്നു. ഇടുപ്പല്ല് തേഞ്ഞു പോകുന്ന ആ വ്യക്തി ആ ധ്യാന ദിവസങ്ങളിൽ, താമസമുള്ള ധ്യാനമാണ്, ദൈവാത്മാവിന്റെ സ്പർശനമുണ്ടായി, നന്നായിട്ട് കുമ്പസാരിച്ചു. അതിനുശേഷം എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് ആ വ്യക്തി പറഞ്ഞതാണ്: ഞാൻ കുമ്പസാരിച്ചിട്ട് 30 വർഷമായി. വിവാഹത്തിന്റെ അന്ന് എൻ്റെ കുമ്പസാരം കള്ളക്കുമ്പസാരമായിരുന്നു. വിവാഹത്തിന്റെ ദിവസം കള്ളക്കുമ്പസാരം, അതിനു മുമ്പ് കള്ളക്കുമ്പസാരം നടത്തിയിട്ടാണ് വിവാഹ ദിവസം വിവാഹം കഴിച്ച് വിശ്വവാന സ്വീകരിച്ചത്.
അതിനുശേഷം വളരെ അപൂർവ സംഭവം കുമ്പസാരം. കുമ്പസാരിക്കാറേ ഇല്ല, വിശ്രമാനൊക്കെ സ്വീകരിക്കും, അങ്ങനെ ജീവിച്ചു. ഇപ്പം ഇടുപ്പലൊക്കെ തേഞ്ഞു, വല്ലാത്തൊരവസ്ഥയിലാണ്, നടക്കാൻ വയ്യ, ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ്. നല്ലതായിട്ട് കുമ്പസാരിച്ചൊരു ഞാൻ എടുക്കുന്നത്, ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ കർത്താവ് ആ കാല് വലിച്ചു കിടന്ന മനുഷ്യൻ്റെ ഇടുപ്പല്ലുകൾ കർത്താവ് ശരിയാക്കുക, വലിച്ചു കുടഞ്ഞു, ഇരുന്നു, എണീറ്റു, ഞാൻ ഹാളിക്കൂടെ ഓടിപ്പിച്ചു. അപ്പോൾ തന്നെ ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്തോസ് 11 അധ്യായത്തിന്റെ 27 വചനം പറയുന്നു, 27 വചനങ്ങള്, തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിച്ചാൽ, അവന്റെ പാത്രത്തിൽ നിന്ന് പാനം ചെയ്താൽ, അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. ആരെങ്കിലും യോഗ്യതയില്ലാതെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങള് സ്വീകരിച്ചാൽ, ആ വ്യക്തി കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരായിട്ട് തെറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ ശരീര രക്തങ്ങള് വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്ന വ്യക്തികൾ ഹൃദയം നന്നായിട്ടൊരുക്കണം. ഏതെങ്കിലും ഗൗരവമുള്ള പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുമ്പസാരിച്ചൊരുങ്ങി അനുതപിച്ച് മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് പാടുള്ളൂ. ഇല്ലെങ്കിൽ യൂദാസിനെ പറ്റിയ അതേ അപകടം തന്നെ സംഭവിക്കും. സാത്താൻ അവരുടെ ഉള്ളിൽ പ്രവേശിച്ചു. തന്മൂലം അവർക്ക് സംഭവിച്ച അപകടത്തെക്കുറിച്ച് കൊരിന്തോസ് ലേഖനത്തിൽ അതിന്റെ ബാക്കി വചനങ്ങൾ പറയുന്നുണ്ട്. ആത്മശോധന ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ കർത്താവിന്റെ ശരീര രക്തങ്ങൾ ഭക്ഷിക്കാനായിട്ട് പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നത്, പാനം ചെയ്യുന്നത്. യോഗ്യതയില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തികൾ, ഞാൻ മുമ്പേ പറഞ്ഞുള്ള സൈസ് ആളുകള്, പണം പലിശ കൊടുക്കുന്നവര്, വ്യഭിചാരം ചെയ്യുന്നവര്, മദ്യപിക്കുന്നവര്, തോന്നിവാസം കാണിക്കുന്നവര്, എന്നിട്ട് കുമ്പസാരിക്കത്തില്ല, അനുതാപമില്ല, സകല മ്ലേച്ഛ പ്രവർത്തികളും ചെയ്യും, സഭയ്ക്കെതിരെ നിൽക്കും, വൈദികരെ അപമാനിക്കും, ഇതെല്ലാം ചെയ്യും. എന്നിട്ട് എല്ലാ ദിവസവും കുർബാനയിൽ വരും, മുൻപിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കും. കുടുംബത്തിന്റെ മേൽ ശാപം മേടിച്ചു വെക്കുക. യൂദാസ് ചെയ്ത അതേ പരിപാടി തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ തന്നെ ശിക്ഷാവിധിയാണ് അവർ ഭക്ഷിക്കുന്നത്, പാനം. ശിക്ഷാവിധിയിലേക്ക് അവരെ ഉൾപ്പെടുകയാണ്. ഒരു യോഗ്യതയില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് നമ്മൾ ഒരുങ്ങരുത്. ശരിക്കും ഹൃദയം ഒരുക്കി അനുതപിച്ച് നല്ല ഒരുക്കത്തിൽ വേണം ഓരോ ബലിയും അർപ്പിക്കുവാനും ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനും. ഇതൊരു വിശ്വകുർബാന ഒരു ചടങ്ങല്ല, ഏറ്റവും വലിയ കൂദാശയാണ്, കൂദാശകളുടെ കൂദാശയാണ്. യേശുവിൻ്റെ സ്നേഹം മുഴുവൻ വെളിപ്പെടുന്നത് വിശ്വകുർബാനയില്ല. നമ്മുടെ കൂടെ വസിക്കാൻ വേണ്ടി യേശു ദിവ്യ കാരുണ്യ അപ്പമായിട്ട് മാറുകയാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ ഒരു അപ്പത്തിൻ്റെ ഉള്ളിലേക്ക് മറഞ്ഞിരുന്നു കൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയാണ് വിശ്വകുർബാനയിലൂടെ. ഒരു ആത്മീയ മനുഷ്യന്റെ ശക്തിയുടെ ഉറവിടം, ഒരു ആത്മീയ മനുഷ്യന്റെ ആത്മീയ വളർച്ചയുടെ ശക്തി എന്ന് പറയുന്നത് ദിവ്യ കാരുണ്യ ഈശോയും ദിവ്യ കാരുണ്യ ആരാധനയുമാണ്. ആരൊക്കെ വിശുദ്ധന്മാരായോ, ആരൊക്കെ വിശുദ്ധകളായിട്ടുണ്ടോ, അവരെല്ലാം ദിവ്യ കാരുണ്യത്തിന്റെ ആഴമായ ഭക്തിയുള്ളവരായിരുന്നു. ദിവ്യ കാരുണ്യത്തെ ജീവന് തുല്യം സ്നേഹിച്ചവരായിരുന്നു. മണിക്കൂറുകള് ദിവ്യ കാരുണ്യ സന്നിധിയില് കഴിഞ്ഞ വ്യക്തികളാ വിശുദ്ധന്മാരും വിശുദ്ധകളും ഒക്കെ ആയിട്ട് മാറിയിട്ടുള്ളത്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എത്രയോ നമ്മുടെ സമയങ്ങള് വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്നു. അങ്ങനെ കളയരുത്. സമയമുണ്ടാക്കി തന്നെ ദിവ്യകാരുണ്യ ആരാധനയുള്ള അങ്ങനെയുള്ള സ്ഥലത്ത് പോകണം. അല്ലെ നമ്മുടെ ദേവാലയത്തിൽ പോയിരുന്ന് കുറേ സമയമൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം. അല്ലെ രാവിലെ വിശ്വകുർബാനയ്ക്ക് പോയിട്ട് സമയമുണ്ടെങ്കിൽ ഇരുന്ന് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ ഈശോയ്ക്ക് ഇന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ വേണം നമ്മൾ പോകുവാനായിട്ട്. ദിവ്യകാരുണ്യ ഭക്തിയിൽ നമ്മൾ വളരണം. ദിവ്യകാരുണ്യത്തോടുള്ള വലിയ സ്നേഹം
നമ്മിൽ ഉണ്ടാവട്ടെ. 30-ാമത്തെ വചനം പറയുന്നു, നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചു പോയതിനും കാരണം ഇതാണ്, നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു. നിങ്ങളിൽ പലരും രോഗികളായി തീർന്നു. കാരണം എന്താ? യോഗ്യതയില്ലാതെയുള്ള വിശ്രമാന സ്വീകരണം. ഒത്തിരി രോഗികളുണ്ട്, യോഗ്യതയില്ലാതെ വിശ്രമാന സ്വീകരിക്കും, പിന്നീട് ശരീരത്തിനും മനസ്സിനും എല്ലാം രോഗം ബാധിക്കുകയാണ്. കാരണം പിശാചിന്റെ പ്രവർത്തനം അവിടെ ഉണ്ടാവുകയാണ്. നിങ്ങളിൽ പലരും രോഗികളും ദുർബലർ, പാപത്തെ അതിജീവിക്കാൻ സാധിക്കുന്നില്ല, ജഡത്തിന്റെ ആസക്തിയെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ആത്മീയ കാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല, ദുർബലരായിട്ട് മാറുകയാ. നിങ്ങളിൽ ചിലർ മരിച്ചു പോയതിന്റെ കാരണം ഇതാണ്, ആത്മാവിലുള്ള മരണം സംഭവിക്കുന്നു. യോഗ്യതയില്ലാതെ വിശ്രമാനം സ്വീകരിക്കുമ്പോൾ ആത്മാവിന്റെ ജീവൻ, ദൈവിക ജീവൻ നമുക്ക് നഷ്ടമാവുകയാണ്. നമ്മൾ തിരിച്ചറിയണം, ഞാനും നിങ്ങളും സ്വീകരിക്കുന്ന ആ ദിവ്യകാരുണ്യത്തിൽ നമ്മുടെ നാവിലേക്ക് തരുന്ന ആ ഗോതമ്പപ്പത്തിന്റെ ഉള്ളിൽ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ പൂർണ്ണ സാന്നിധ്യമുണ്ട്. നമ്മുടെ ജീവന്റെ, ആത്മാവിന്റെ, ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറുവാൻ വേണ്ടി അവൻ അപ്പത്തിലേക്ക് വരികയാ, അവൻ അപ്പമായിട്ട് മാറുകയാ. ഹല്ലേലൂയ. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന നമ്മുടെ ജീവിതം എപ്പോഴാ ദിവ്യകാരുണ്യം, വിശുദ്ധ കുർബാന അല്ലെ ദിവ്യ ബലി പൂർത്തിയാകുന്നത്? ദിവ്യ ബലി എപ്പോഴാ പൂർത്തി? ബലി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? തകർക്കപ്പെടുക, സ്വയം ഇല്ലാതായി തീരുക, ശൂന്യവൽക്കരിക്കപ്പെടുക. അതാണ് ബലി എന്ന് പറയുന്നത്. സ്വയം മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലാതായി തീരുന്ന അനുഭവമാണ് ബലി ജീവിതം എന്ന് പറയുന്നത്. യേശു ബലിയായിട്ട് തീർന്നു. യേശു ബലിയായിട്ട് തീർന്നു. ഞാനും നിങ്ങളും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്. ഒത്തിരി ആളുകൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നുണ്ട്, ഈശോയെ സ്വീകരിക്കുന്നുണ്ട്. ഈശോയെ സ്വീകരിക്കുന്ന നീ നിന്റെ കുടുംബത്തിൽ ബലിയായിട്ട് തീരുന്നുണ്ടോ? എല്ലാ ദിവസവും ബലിയർപ്പിക്കുന്നതിന്റെ സ്വഭാവത്തിന് ഈശോയുടെ സ്വഭാവമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ? നീ മറ്റൊരു യേശുവായിട്ട് മാറേണ്ട വ്യക്തിയാ. പൗലോസ് പറയുന്നു, ഞാനല്ല എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു, ഞാനല്ല എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. നിരന്തരമായിട്ട് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ഞാൻ മറ്റൊരു ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ആവണം, ഞാൻ മറ്റൊരു ക്രിസ്തുവാവണം. ക്രിസ്തുവിന്റെ അതേ സ്വഭാവത്തിലേക്ക് നമ്മൾ മാറേണ്ടവരാ. യേശുവിൻ്റെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ കുദാശയാണ് വിശുദ്ധ കുർബാന. ഏറ്റവും വലിയ കുദാശ. ഈ വിശുദ്ധ കുർബാന കഴിഞ്ഞ ബാക്കി എല്ലാ കുദാശകളുമുള്ളൂ, എല്ലാ പ്രാർത്ഥനകളുമുള്ളൂ. ദിവ്യ ബലി അർപ്പിക്കുന്ന നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബലിയായി തീരണം. ഭാര്യ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ബലിയായി തീരണം. ഈ ഒരു ബലി ജീവിതമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ഞാൻ ബലിപീഠത്തിൽ വൈദികൻ വാഴ്ത്തുന്ന തിരുവോസ്തി ഒടിക്കുന്നുണ്ട്. ഒടിക്കുമ്പോൾ, മുറിക്കപ്പെടുമ്പോൾ നൊമ്പരമുണ്ടാവും, വേദനയുണ്ടാവും. നമ്മുടെയൊക്കെ ജീവിതത്തില് സഹനങ്ങളുണ്ട്, സഹനങ്ങളും നൊമ്പരങ്ങളും വേദനകളുമുണ്ട്. ഈ വേദനക്കുള്ളിൽ നിന്നുകൊണ്ട് ബലിയായി കുടുംബത്തിനു വേണ്ടി, സഭയ്ക്ക് വേണ്ടി ബലിയായി തീരേണ്ടവരാ നമ്മൾ ഓരോരുത്തരും. സ്വയം മുറിക്കപ്പെടുന്ന, ബലിയായി തീരുന്ന, തകർക്കപ്പെടുന്ന ജീവിതമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ഗെത്സമൻ തോട്ടത്തിൽ രക്തം വിയർത്തു പ്രാർത്ഥിക്കുക യേശു. ഗെത്സമനയിൽ രക്തം വിയർക്കുമ്പോൾ ആരും കൂടെ ഉണ്ടാവത്തില്ല. ഗെത്സമനയില് രക്തം വിയർക്കുമ്പോൾ ആരും കൂടെ ഉണ്ടാവത്തില്ല. ഇത് ജീവിതാനുഭവം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഗെത്സമൻ അനുഭവം. എല്ലാവരും വിട്ട് നമ്മളെ പോകുമ്പോൾ, എല്ലാവരും കല്ലെറിയുമ്പോൾ, എല്ലാവരും നമ്മളെ പഴി പറയുമ്പോൾ, നമ്മൾ ചെയ്ത നന്മകൾ ആരും ഓർക്കാതിരിക്കുമ്പോൾ, എല്ലാവരും നമ്മളെ പരിഹസിക്കുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ, ഗെത്സമനിയിൽ നീ ഒറ്റയ്ക്കേ കാണത്തുള്ളൂ, വേറെ ആരും കാണത്തില്ല. നീ രക്തം വിയർക്കുന്നതും നീ ചങ്കുപൊട്ടി കരയുന്നതും കാണുവാനായിട്ട്
നിന്റെ കൂടെയുള്ളവരാരും കാണത്തില്ല, പക്ഷേ നിന്റെ ഉള്ളിൽ വസിക്കുന്ന ദിവ്യക്കാരുടെ ഈശോ മാത്രം അപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ഗെത്സമനിയിൽ രക്തം ചിന്തി, പിന്നീട് പിടിക്കപ്പെട്ടു. ക്രൂരമായ പീഡാസഹനത്തിലൂടെ യേശു കടന്നു പോകുക. ശരീരമൊക്കെ അടിച്ചു മുറിച്ചു, ചമ്മട്ടിയടിയേറ്റു, ശിരസിൽ മുൾമുടി തറച്ചു, പീഡനങ്ങൾ, താടിരോമങ്ങൾ വലിച്ചു പറിച്ചു, മുഖം മുടിക്കെട്ടി ഇടിച്ചു, തൊപ്പി അടിച്ചു. ക്രൂരമായ ഒരു പീഡയിലൂടെ യേശു കടന്നു പോകുക. തകർക്കപ്പെടുന്ന ഒരു ജീവിതം. ഗെത്സമനിയിൽ തുടങ്ങിയ ആ പീഡനം ഗാഗുൽത്തായില് എത്തിച്ചേരുവോളം അവൻ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടു. കുരിശിൽ കിടന്നുകൊണ്ട് അവൻ ബലിയായിട്ട് തീരാൻ പോകുക. ആ കുരിശിൽ ഏറ്റുവാങ്ങിയ സഹനങ്ങളും പരിഹാസങ്ങളും അവഹേളനങ്ങളും ഏറ്റുകൊണ്ട് ആ കുരിശിൽ കിടക്കുകയാ. അതിനു മുൻപിതാ തൻ്റെ പ്രിയ ശിഷ്യന്മാരോടൊപ്പം വിശുദ്ധ കുർബാന സ്ഥാപിച്ച് അപ്പം വാഴ്ത്തി അവർക്ക് കൊടുത്തു, രക്തം കൊടുത്തു. എന്നിട്ട് പറയും, ഇതെന്റെ ശരീരമാണ്, വാങ്ങി ഭക്ഷിക്കുക. ഇതെന്റെ രക്തമാണ്, വാങ്ങി കുടിക്കുക. ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തത്തിന്റെ ഉടമ്പടിയാണ്. ഹല്ലേലൂയ. പെസഹ വ്യാഴാഴ്ച വിശുദ്ധ കുർബാന സ്വീകരിച്ച യേശു അവിടെ അപ്പം രക്തമൊക്കെ അവർക്ക് കൊടുക്കുകയാ. ആ ബലിയുടെ പൂർത്തീകരണം കാൽവരിയിൽ അവസാനിക്കുമ്പോൾ അവൻ തകർക്കപ്പെട്ടു, അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, അവൻ പീഡിപ്പിക്കപ്പെട്ടു, അവൻ എല്ലാവരാലും പരിഹാസനായി മാറി. കൂടെ നിന്നവരൊക്കെ ഓടിയകന്നു, ആരുമില്ലാതെ പോയി. അപ്പോൾ കുരിശിന്റെ ചുവട്ടിൽ അമ്മയുണ്ടായിരുന്നു, ദിവ്യ കാരുണ്യത്തിന്റെ അമ്മ. ദിവ്യ കാരുണ്യത്തിന്റെ അമ്മ ആ കുരിശിന്റെ ചുവട്ടിൽ ഉണ്ടായിരുന്നു. വിശുദ്ധനായ ജോൺ പോൾ പറയുന്നു, ആദ്യത്തെ സക്രാരിയാണ് പരിശുദ്ധ മറിയം. ആദ്യത്തെ സക്രാരിയാണ് പരിശുദ്ധ മറിയം. വചനമായ ദൈവം പിറന്ന മറിയത്തിന്റെ ഉദരം ആദ്യത്തെ സക്രാരിയ. ദിവ്യകാരുണ്യത്തിന്റെ അമ്മയാണവൾ. ആ അമ്മ ആ കുരിശിന്റെ ചുവട്ടിൽ ഉണ്ടായിരുന്നു. കുരിശിൽ തറക്കപ്പെടുമ്പോഴും ഗെത്സമനിയിലായിരിക്കുമ്പോഴും ആരും കൂടെ ഉണ്ടാവില്ല എന്നുള്ളത് തിരിച്ചറിയണം. ഗെത്സമനിയിൽ രക്തം ചിന്താനും കരയാനും വേർക്കാനും നീ മാത്രമേ കാണത്തുള്ളൂ. കുരിശിലേറ്റപ്പെടുമ്പോൾ നിന്റെ അടുത്ത് ദിവ്യ കാരുണ്യത്തിന്റെ അമ്മയുണ്ടായിരിക്കും. ഹല്ലേലൂയ. മോടെ പേരെന്താ? ഇന്നലെ അവിടെ ഹോസ്പിറ്റലിൽ അവിടെ നടന്ന ശുശ്രൂഷയിൽ മുട്ടിന് തേയ്മാനമുണ്ട്. 2 മുട്ട് 80% തേയ്മാനമാണ്. അങ്ങനെ പറഞ്ഞ മകളാണ്. മകൾക്ക് വേണ്ടി ഇന്നലെ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ തന്നെ കാല് വലിച്ചു കുടഞ്ഞു, മുട്ടുകുത്തി, ഭയങ്കര കരച്ചിലായിരുന്നു ഇന്നലെ, അല്ലേ? ഞാൻ പറഞ്ഞു, പോയി എക്സ്റേ എടുത്തിട്ട് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. എക്സ്റേയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ എക്സ്റേയുടെ റിസൾട്ട് എന്ന് പറഞ്ഞേ. എൻ്റെ പേര് നീമ. ഞാൻ ഇവിടെ മറിയം ത്രേസ്യ നഴ്സിംഗ് സ്കൂളിലെ ട്യൂട്ടറാണ്. അപ്പോൾ ഞാൻ ഖത്തറിലായിരുന്നു 8 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 2 ഇയേഴ്സ് മുന്നേ എനിക്ക് കാലിൽ ഭയങ്കരമായിട്ട് നീരും പിന്നെ ഭയങ്കര വേദനയും വന്നു. അപ്പോൾ അവിടെ ഡോക്ടറെ കാണിച്ചായിരുന്നു. അപ്പോൾ അവിടെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് റൈറ്റ് നീയിൽ 80% മുട്ട് തേയ്മാനം വന്ന് പോയി, ഇനി 20% റിമൈനിങ് ഉള്ളൂ. അപ്പോൾ നമുക്ക് മെഡിക്കലി ഒന്നും ചെയ്യാൻ പറ്റില്ല, ആകെ സർജറി മാത്രമേ ഓപ്ഷനുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷെ ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഇളയ കുട്ടിയെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ആരെയും കൊണ്ടുവരാൻ പറ്റില്ല, കൊറോണ ആയതുകൊണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് 1 വർഷത്തെ ബ്രേക്ക് എടുത്തിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ട്യൂട്ടറായിട്ട് പഠിപ്പിക്കാൻ കയറി. അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ ബ്രദറുടെ ഇത് വരുന്നത്. അപ്പോൾ 2 ആഴ്ച മുന്നേ എനിക്കിതുപോലെ തന്നെ വീണ്ടും നീര് വന്നിട്ട് തീരെ നടക്കാൻ വയ്യായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോളോയിൽ പോയി ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതുപോലെ തന്നെ പറഞ്ഞത്, വെറുതെ നമുക്ക് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി തന്നു, അത് വെച്ചിട്ട് നമുക്ക് നീരും വേദനയും കുറയ്ക്കാം, എന്നിട്ട് പരമാവധി കൊണ്ടുപോകാം, ഒരു 60 വയസ്സൊക്കെ ആവട്ടെ, എന്നിട്ട് സർജറിയെ പറ്റി ചിന്തിക്കുക, അത്ര നാൾ ഇങ്ങനെ വേദന വരുമ്പോൾ മരുന്ന് കഴിക്കുക എന്നുള്ള രീതിയിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ബ്രദർ ഇന്നലെ പ്രാർത്ഥിച്ച സമയത്ത് അതിന് മുന്നൊന്നും എനിക്ക് മുട്ടുകുത്താൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എല്ലാവരും നോക്കും, ഇത്ര പ്രായമല്ലേ ആയിട്ടുള്ളൂ, അപ്പോൾ എന്തുകൊണ്ടാണ് മുട്ടുകുത്താത്തതെന്നുള്ള രീതിയിൽ നോക്കും. അപ്പോൾ ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പക്ഷെ മുട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. സത്യമായിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ മുട്ടുവേദന മാറണേ ദൈവമേ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല ഒരിക്കലും. അല്ലാതെ ഇങ്ങനെ ദൈവത്തിനോട് സംസാരിക്കും. നമ്മൾ അങ്ങനെ സംസാരിച്ചാൽ മതി. ശരിക്കും നമ്മൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ദൈവം തരുമെന്ന് എനിക്ക് ശരിക്കും അത് മനസ്സിലായി എനിക്ക്.
അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ബ്രദർ എൻ്റെ അടുത്ത് അവിടെ ലാസ്റ്റ് നിൽക്കുന്ന കുട്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഇത് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ. അപ്പോൾ ബ്രദർ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇനി എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി നീ ഒന്ന് മുട്ടുകുത്താൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1-2 മാസമായിട്ട് ഞാൻ മുട്ട് കുത്തിയിട്ടേ ഇല്ല. പള്ളിയിലൊന്നും കുരിശ് വരയ്ക്കാൻ പോലും ഞാൻ മുട്ട് കുത്താറില്ല, കാരണം എനിക്ക് മുട്ടിൽ ഭയങ്കര വേദന ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മുട്ട് കുത്തി. അപ്പോൾ എനിക്ക് വേദന ഇല്ല, ഒട്ടും വേദന ഇല്ല. അപ്പോൾ ബ്രദറിൻ്റെ അടുത്ത് കാല് നന്നായിട്ട് കുടയുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാല് കുടഞ്ഞു. അപ്പോഴൊന്നും എനിക്ക് ഒന്നും വേദനയൊന്നുമില്ല. അതുവരെ വേദന ഉണ്ടായിരുന്നു, അപ്പം തന്നെ പിന്നെ എനിക്ക് വേദന ഇല്ല. അപ്പോൾ ബ്രദർ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് അങ്ങനെ സൗഖ്യം കിട്ടി. അപ്പോൾ ഇപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ഇന്ന് ഞാൻ പള്ളിയിൽ ചെന്നിട്ട് ഞാൻ മുട്ടുകുത്തി നോക്കി. നമുക്ക് ഡൗട്ടായിട്ടല്ല, മുട്ടുകുത്തി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തീരെ വേദനയില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എന്തായാലും ഒന്ന് എക്സ്റേ എടുത്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഉള്ളിൽ പറയണു ഇങ്ങനെ സാക്ഷ്യം പറയണമെന്ന് പറയണു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എന്തായാലും ഒന്ന് എക്സ്റേ എടുത്ത് നോക്കണം, എന്നിട്ട് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഇവിടെ മറിയന്ത്രേസ്യയിൽ തന്നെ ഹോസ്പിറ്റലിൽ വന്നിട്ട് എക്സ്റേ എടുത്ത് നോക്കി. അപ്പോൾ ഡോക്ടറെ അടുത്ത് ഞാൻ ചോദിച്ചു, ഡോക്ടറോട് ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഉണ്ടായ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചു എനിക്ക് തേയ്മാനത്തിൻ്റെതായ എന്തെങ്കിലും മുട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടറിന് ഇല്ല, ഈ മുട്ട് നോർമലായിട്ടുള്ള മുട്ടാണ്, ഇതിൽ തേയ്മാനത്തിൻ്റെതായിട്ടുള്ള ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ എക്സ്റേയും കൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനായിട്ട്, ആദ്യം തന്നെ ഐ ആം എക്സ്ട്രീംലി സോറി അത് പറയും. അതായത് എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള ആളാണ്, ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആളാണ്. പക്ഷെ എന്നാൽ പോലും ഞാൻ ഇപ്പം അച്ഛന്മാരുടെയൊക്കെ ഒത്തിരി ഡൊമിനിക് അച്ഛൻ്റെ അവരുടെയൊക്കെ ക്ലാസ്സുകൾ ഞാൻ എപ്പോഴും അങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കും അവിടെ വെച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ബ്രദറുടെ സാബു ബ്രദറിൻ്റെ ഉണ്ട്. അപ്പം ഞാൻ അതും ഇടയ്ക്ക് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെ ഇത്ര ഒന്നും കേൾക്കാറില്ല. ഇപ്പോൾ ഡൊമിനിക് അച്ഛൻ്റെ ഒക്കെ കേൾക്കണ പോലെ അത്രയും കേൾക്കാറില്ല. അപ്പോൾ അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്തായാലും ധ്യാനത്തിന് പോകണം, അവിടെ പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞു ഇല്ല ബ്രദർമാരുടെ അങ്ങനെയൊന്നും അങ്ങനെ പോകണില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചിൻ്റെ അടുത്ത് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല, ബ്രദർമാരാണെങ്കിൽ എന്താ അവർക്കും നല്ല ശക്തി ഇല്ലേ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ദൈവം എനിക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു അത്ഭുതം ചെയ്തു തന്നെയെന്ന് ഞാൻ വിശ്വസിക്കണം. അപ്പോൾ ഒരിക്കലും ആരും ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്, എന്താ ബ്രദർമാർക്ക് കഴിവില്ല അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത്. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു കരം വേണം. അതിപ്പോൾ ബ്രദറിൻ്റെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും അത് പ്രവർത്തിക്കാൻ ഒരു കരം വേണം. അതാണ് ദൈവം ബ്രദറിലൂടെ അല്ലെങ്കിൽ ആരെങ്കിലൂടെ ആണെങ്കിലും പ്രകടമാക്കണം. അതെനിക്ക് എല്ലാവരോടും പറയാം. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇന്നലെ ഞാനവിടെ വചന ശുശ്രൂഷ കഴിഞ്ഞ് ഹീലിംഗ് പ്രയർ അടുത്തുനിന്നു ഹീലിംഗ് പ്രയർ നടത്തിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ പറയണമെന്ന് മുട്ടിൻ്റെ കാര്യം ഞാൻ ചോദിച്ചു. അപ്പം ഈ മോള് ലീമ ഇങ്ങനെ പുറയിലാസനെ ഞാൻ പറഞ്ഞ കുട്ടിയും കയറി വരാൻ പറഞ്ഞു. ഞാൻ കാര്യങ്ങൾ ചോദിച്ചു, ഇന്ന പോലൊക്കെയാന്ന് പറഞ്ഞു. തലയ്ക്ക് വെച്ചു പ്രാർത്ഥിച്ചു. കാല് വലിച്ചു കുടഞ്ഞാൽ പറഞ്ഞു, വലിച്ചു കുടഞ്ഞു. കാല് മുട്ടയിൽ നിന്നു. പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു. 80% തേയ്മാനം സംഭവിച്ചു എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞ കാൽമുട്ടാണ്. നിങ്ങൾക്ക് കാണാം. അതായത് ഇന്നലെ പ്രാർത്ഥിച്ചു, ഇന്ന് എക്സ്റേ എടുത്തിട്ട് ഡോക്ടേഴ്സ് പറയുന്നു ഈ കാൽമുട്ടിന് ഒരു കുഴപ്പമില്ല. പുതിയ കാൽമുട്ടുമായിട്ടാണ് ഈ മകള് ഇന്നിവിടെ നിൽക്കുന്നത്. യേശുവിന് 1 സെക്കൻഡ് മതി പുതിയ കാൽമുട്ട് സൃഷ്ടിക്കുവാൻ. ലാസറെ പുറത്തു വരിക എന്ന ഒറ്റ വചനത്താൽ ലാസറിന് ജീവൻ കൊടുത്ത കർത്താവിന് ഒരു കാൽമുട്ട് സൃഷ്ടിക്കാനായിട്ട് അധിക സമയമൊന്നും വേണ്ട. ഹല്ലേലൂയ, യേശു നന്ദി. പിന്നെ ഈ മകള് നല്ല ഒരു കാര്യം പറഞ്ഞു, ബ്രദേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. കാരണം പലർക്കും അങ്ങനെ ധാരണയുണ്ട് കേട്ടോ. ആ ധാരണ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ ബ്രദേഴ്സ് പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടുമോ? ബ്രദേഴ്സിൻ്റെ വചനപ്രഘോഷം എന്താ? നിങ്ങൾ ആ ഒരു കാര്യം ശരിക്കും മനസ്സിലാക്കണം. ആദ്യത്തെ മാർപ്പാപ്പ ആയിരുന്ന പത്രോസ് അപ്പോസ്തലൻ ആരായിരുന്നു? വിവാഹിതനായിരുന്നോ? പത്രോസിൻ്റെ അമ്മായിമ്മയ്ക്ക് പനിയെ കിടപ്പായിരുന്നു. ഭാര്യയുടെ പേരൊന്നും പറഞ്ഞില്ല. ആദ്യത്തെ മാർപ്പാപ്പ ആയിരുന്ന പത്രോസ് വിവാഹിതനായിരുന്നു. എത്ര കുട്ടികളുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല, ബൈബിളിൽ പറഞ്ഞിട്ടില്ല. വിവാഹിതനായിരുന്നോ? ഉറപ്പല്ലേ? തർക്കമൊന്നുമില്ല. ഹല്ലേലൂയ. ചെങ്കടലിന്റെ മധ്യത്തില് വഴി തുറക്കാനായിട്ട്, ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത മോശ വിവാഹം കഴിച്ച വ്യക്തിയായിരുന്നോ? മോശയുടെ ഭാര്യയുടെ പേര് സിപ്പോറ എന്ന മക്കളുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തിയാണ് ദൈവം തെരഞ്ഞെടുത്തത്, മോശ എന്ന അൽമായനെ. തീരുന്നില്ല.
അതുകൊണ്ട് അൽമായര് രണ്ടാം തരം പൗരന്മാരാണെന്ന് ആരെങ്കിലും ധരിക്കുന്നെങ്കിൽ അവർക്ക് തെറ്റിപ്പോയി. ഈ കാലഘട്ടത്തിലും വരുന്ന കാലഘട്ടത്തിലും നിങ്ങൾ നോക്കിക്കോ, കർത്താവ് ശക്തമായിട്ട് സഭയിൽ അനേകം അൽമായരെ അഭിഷേകം ചെയ്തു എത്താനായിട്ട് പോകുക. ലോകത്തിന്റെ സുവിശേഷവൽക്കരണത്തിന് അൽമായുടെ മേൽ പരിശുദ്ധാത്മ തീയിട്ട് കർത്താവ് കത്തിക്കുന്ന കാലം ആരംഭിച്ചു കഴിഞ്ഞു. ആമേൻ. ഒന്ന് കൈയടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അൽമായ സഹോദരങ്ങള്, അൽമായരായിട്ടുള്ള ശുശ്രൂഷകര്, സുവിശേഷം പറയുന്നവര്, കൗൺസിലിംഗ് നടത്തുന്നവര്, മധ്യസ്ഥ പ്രാർത്ഥനക്കാര് വെറും താഴേക്കിടയിലുള്ളവരാണെന്ന് ഏതെങ്കിലും ക്രിസ്ത്യാനികൾ വിചാരിക്കുന്നുവെങ്കിൽ അവർക്ക് തെറ്റിപ്പോയിരിക്കുന്നു. ഈ അൽമായന്റെ കരങ്ങളിലൂടെ കർത്താവ് സഭയെ ഉണർത്തും. അൽമായന്റെ കരങ്ങളിലൂടെ ഒരു രണ്ടാം പെന്തക്കോസ്തായിക്ക് കർത്താവ് തീടാൻ പോകുന്ന കാലമാ വരുന്നത്. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ, ഹല്ലേലൂയ, കർത്താവിനെ ഹല്ലേലൂയ. വിളിച്ചേ. യേശുവേ, യേശുവേ. ഹല്ലേലൂയ. ലോകം മുഴുവൻ രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കുന്ന ഫ്രാൻസിസ് അസീസി പുണ്യവാൻ ഒരു അൽമായനായിരുന്നു. നിങ്ങൾക്കറിയാമോ? അദ്ദേഹം വൈദികനായില്ല. കാരണം ഒരു വൈദികനാണ് യോഗ്യത എനിക്കില്ലെന്ന് പറഞ്ഞ പാപിയാന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞു ഒരു അൽമാന. ആദ്യത്തെ പഞ്ചക്ഷതകാരിയായ ഫ്രാൻസിസ് അസീസി പുണ്യവാൻ ഒരു അൽമായ പ്രേക്ഷിതനായിരുന്നു. ഹല്ലേലൂയ. ഇതുപോലെ എത്ര പേരുടെ മേലും ലിസ്റ്റ് ഇവിടെ പറയാനായിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് അൽമായര് കർത്താവിന് പ്രിയപ്പെട്ടവർ തന്നെയാണ്. അൽമായ ശുശ്രൂഷകര് കർത്താവ് ഒത്തിരി സ്നേഹിക്കുന്നവരാണ്. നിങ്ങൾക്കറിയാമോ, ഞാൻ 34 വർഷമായിട്ട് സുവിശേഷം പ്രസംഗിക്കുന്നു. ഭാര്യയുണ്ട്, 5 മക്കളുണ്ട്, കുടുംബമുണ്ട്. ഇതൊക്കെ വിട്ടിട്ടാണ് ആഴ്ചകളും മാസങ്ങളും സുവിശേഷമായിട്ട് നടക്കുന്നത്. കേരളത്തിലും ഉത്തരേന്ത്യയിലും ലോകം മുഴുവൻ ഓടുന്നത്. ഹല്ലേലൂയ. ഇതിന്റെ പിന്നിൽ സഹനമുണ്ട്, ഇതിന്റെ പിന്നിൽ തുമ്പരമുണ്ട്, ഇതിന്റെ പിന്നിൽ കഷ്ടപ്പാടുണ്ട്. ഉണ്ടോ? ഉണ്ടോ? ഇതെന്തേ ഈ അൽമായ ശുശ്രൂഷകരുടെ കഷ്ടപ്പാടുകള്? ഈ കോവിഡ് കാലഘട്ടത്തില് എത്രയോ അൽമായ ശുശ്രൂഷകര് ഭാരപ്പെട്ട് കണ്ണുനീരൊരുക്കിയിട്ടുണ്ട്. ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയ അൽമായ ശുശ്രൂഷകള് ഈ കേരളത്തിന്റെ മണ്ണിലുണ്ട്. അത് കാണാനും അറിയാനും ആരുമില്ലായിരുന്നു എന്നുള്ളതും ഒരു സത്യം തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മോളെ, നീ നല്ല വിശ്വാസത്തിൽ പറഞ്ഞതിന് ഒത്തിരി നന്ദിയുണ്ട്. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ. എല്ലാവരും പറയണം കർത്താവ് എനിക്ക് പുതിയ മുട്ട് തന്നു. ഹല്ലേലൂയ. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ശവപ്പെട്ടിക്ക് ആണിയടിച്ചു എന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് വായിച്ച് അതിൻ്റെ പേരിൽ വേദനിക്കുകയും അത് ഒരുപാട് ഷെയർ ചെയ്യുകയും ചെയ്തവരുടെ മുമ്പിൽ വൈദ്യശാസ്ത്രത്തിന് അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു എന്നാണ് 5 ദിവസം കൊണ്ട് നമുക്ക് ബോധ്യമായി. ദൈവം ഇന്നും ജീവിക്കുന്നു. ദൈവം ഇന്ന് ഇവിടെയുണ്ട്. ആമേൻ. ഏറ്റവും ഒടുവില് ലീമ തൻ്റെ കാൽമുട്ടിൻ്റെ എക്സ്റേ എടുത്ത് വൈദ്യശാസ്ത്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞു വെച്ചു, ദൈവം ഇന്നും ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് വത്തിക്കാൻ ചതുരത്തില് ഫ്രാൻസിസ് പാപ്പ ഇന്ത്യയിലെ ആദ്യത്തെ അൽമായനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ദേവസഹായം പിള്ള ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ അൽമായനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ അവസരത്തില് ഒരു അൽമായനിലൂടെ ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ ഇവിടെ നടക്കുന്നു. സാബു ആറുതൊട്ടിയിൽ എന്ന് പറയുന്ന ആ വലിയ സുവിശേഷ പ്രസംഗകനെ ദൈവം തൻ്റെ ശക്തമായ ഉപകരണമാക്കി മാറ്റിയിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഒന്ന് കൈയടിച്ച് നന്ദി പറയുക. നവീകരണ പ്രസ്ഥാനം, കരിസ്മാറ്റിക് മൂവ്മെന്റ് ആരംഭിച്ചത് അൽമായരിൽ നിന്നാണ്. സഭയിലെ നവീകരണം ഈ നൂറ്റാണ്ടുകളിൽ, ഈ ഏറ്റവും ഒടുവിലത്തെ 20ഉം 21ഉം നൂറ്റാണ്ടുകളിൽ ആരംഭിച്ചത് അൽമായരിൽ നിന്നാണ്. അത് 2ാം വത്തിക്കാൻ കൗൺസിലിന്റെ ഒരു സംഭാവനയാണ്. പ്രിയപ്പെട്ട അൽമായരെ, സഭയുടെ സമ്പത്താണ് നിങ്ങൾ. നിങ്ങളിലൂടെയാണ് കർത്താവ് പ്രവർത്തിക്കുക. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ, യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.